എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഫലദീപികയിലെ ഒരു ശ്ലോകമാണ് നോക്കുന്നത്. അതായത് വിവാഹാദി കാര്യങ്ങൾക്ക് കളത്രദിക്കും വിവാഹകാലവും എന്ന ഒരു നിയമമാണ്. ഇപ്പോൾ അതിൻ്റെ പ്രമാണമൊക്കെ കണ്ടല്ലോ അല്ലേ. ഏഴാമിടത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ ഏഴാം ഭാവാധിപൻ്റെയോ ശുക്രൻ്റെയോ നക്ഷത്രവും രാശിസ്ഥിതിക്കനുസരിച്ച് ദിക്കുമായിരിക്കും ഭാര്യയുടെ നക്ഷത്രവും ദിക്കും. ശുക്രനോ ഏഴാം ഭാവാധിപനോ ലഗ്നാധിപൻ്റെ അംശകരാശിയുടെ ത്രികോണത്തിൽ ചാരവശാൽ വരുന്ന കാലത്ത് വിവാഹം നടക്കും. ഈ നിയമം നമ്മൾ ഉപയോഗിക്കുന്നത് ആരെങ്കിലും ജ്യോതിഷം നോക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആണ് ഈ നിയമം മുഖ്യമായിട്ടും ഉപയോഗിക്കുന്നത്. എന്നാണ് ഒരാൾ വിവാഹം നടക്കുക എന്ന് ചോദിക്കുമ്പോഴാണ് അടുത്ത കാലം, ഇതാണ് വിവാഹകാലം എന്ന് പറയുന്നത്. ഏഴാമിടത്ത് നിൽക്കുകയോ നോക്കുകയോ ചെയ്യുന്ന ഗ്രഹത്തിൻ്റെയോ ഏഴാം ഭാവാധിപൻ്റെയോ ദശയിൽ ലഗ്നാധിപനായ ഗ്രഹം ചാരവശാൽ ഏഴാമിടത്ത് വരുന്ന കാലം വിവാഹമുണ്ടാകും എന്നാണ്. നമ്മളിത് ഫലദീപിക 10-ാം അധ്യായം കളത്ര ഭാവപ്രകരണത്തിലെ ഭാഗങ്ങളാണ് വായിക്കുന്നത്. അപ്പോൾ സംസ്കൃത ശ്ലോകമൊക്കെ എല്ലാവർക്കും മനസ്സിലാകണം നിർബന്ധമില്ല. ഇപ്പോൾ ജ്യോതിഷികളാണെങ്കിൽ, ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, അത് വാട്സാപ്പ് ചെയ്താൽ അയച്ചു തരാം. അപ്പോൾ ലഗ്നത്തിൽ നിന്നും ചന്ദ്രലഗ്നത്തിൽ നിന്നും 5ഉം 7ഉം ഭാവങ്ങൾ, നമുക്ക് 5 വേണ്ട, അതായത് ഇതിൻ്റെ ഹെഡിങ് പുത്രകളത്രാദി ഫലം എന്നാണ്. നമ്മളിപ്പം കളത്ര കാരണം ഭാര്യ കാര്യമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ 7 ഭാവങ്ങൾ ശുഭന്മാരുടെയോ അതാത് രാശിയാധിപന്മാരോടോ കൂടിയിരിക്കുകയോ അവരുടെ ദൃഷ്ടി ഉണ്ടാകുകയോ ചെയ്താൽ അതാത് ഭാവങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾക്ക് ശുഭാനുഭവം പറയണം. അതായത് 7-ാം ഭാവത്തിൽ രാശിയാധിപന്മാരുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ശുഭന്മാരുണ്ടാകുക. അത് വലിയൊരു പ്രോസസ്സാണ് കേട്ടോ, അത് ചിന്തിക്കുന്നതിനെക്കുറിച്ച്. ഇനി 7-ാം ഭാവത്തിൽ പാവഗ്രഹങ്ങളോ ദുസ്ഥാനാധിപന്മാരുടെയോ യോഗദൃഷ്ടിയാദികൾ ഉണ്ടെങ്കിൽ ശുഭഫലം ഉണ്ടാകുകയില്ല. ശുക്രൻ്റെ 12-ലും 4-ലും 8-ലും പാവഗ്രഹങ്ങൾ നിൽക്കുകയോ ശുക്രൻ്റെ ഇരുപുറത്തും പാവഗ്രഹങ്ങൾ നിൽക്കുകയോ ചെയ്ത് ശുക്രന് ശുഭഗ്രഹദൃഷ്ടിയില്ലാതെ വരികയാണെങ്കിൽ ഭാര്യ നാശമുണ്ടാകുമെന്നും പറയേണ്ടതാണ്. അപ്പോൾ ശുക്രനാണ് ഇതിൻ്റെ അകത്തെ കഥാപാത്രം. അപ്പോൾ ശുക്രന് ശുഭഗ്രഹ യോഗമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ജാതകം നോക്കിയാലേ നമുക്കതൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. ജാതകം നോക്കേണ്ടവരുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം. ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. അതുപോലെ തന്നെ ചൊവ്വാദോഷാദികളൊക്കെ ഉണ്ട്. അതിൽ എല്ലാ ചൊവ്വയും ദോഷക്കാരനൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് പ്രമാണങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാതകം നോക്കിയാലാണ് കൃത്യമായിട്ട് അറിയുകയുള്ളൂ. ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ അംശകമോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫലങ്ങൾക്കൊക്കെ മാറ്റം വരും. അതുപോലെ തന്നെ വിവാഹകാലം എന്നാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജാതകം നോക്കിയേ മതിയാകൂ. ഇനി ജ്യോതിഷം പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ശങ്കരവിദ്യാപീഠം ആലുവ ഗുരുനാഥൻ്റെ നമ്പരും തരാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിന ആശംസകൾ.